അങ്ങനെ കളമശ്ശേരി സ്ഫോടന കേസും ആവിയായി. ഒരു കുടുംബത്തിലെ 3 പേരും ഒരു കുട്ടിയും ഉൾപ്പെടെ 8 നിരപരാധികൾ ദാരുണമായി കൊല്ലപ്പെട്ട കളമശ്ശേരി സ്ഫോടന കേസും ഒടുവിൽ ആവിയായി. സ്ഫോടനം ആസൂത്രണം നടത്തിയതും കൃത്യം നിർവഹിച്ചതുമെല്ലാം തമ്മനം സ്വദേശിയായ മാർട്ടിൻ ഡൊമിനിക്കാണ് എന്ന് കാണിച്ചാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡൊമിനിക് എല്ലാം സമ്മതിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പണി എളുപ്പമായി പോലും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 29 രാവിലെ 9:40 കളമശ്ശേരിയിലെ സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ 8 പേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്നത്. നിരവധി പേർക്ക് അന്ന് പരിക്കുമേറ്റിരുന്നു. യഹോവ സാക്ഷികളുടെ വാർഷിക ത്രിദിന പരിപാടിയുടെ അവസാന ദിനത്തിൽ രാവിലെയായിരുന്നു സ്ഫോടനം നടന്നത്. രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി 9:20 ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. 9:30 സമ്മേളന ഹാളിനകത്ത് ആദ്യ സ്ഫോടനം നടന്നത്. ഈ സമയത്ത് ഹാളിൽ 2500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. തുടർച്ചയായി 2 സ്ഫോടനങ്ങൾ കൂടി നടന്നു. തീ ആളുകളിലേക്ക് ആളിപ്പടർന്നപ്പോഴാണ് കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പൊള്ളലേറ്റാണ് 8 പേരും മരിച്ചത്. 5 സ്ത്രീകളും 2 പുരുഷന്മാരും 1 കുട്ടിയും ഉൾപ്പെടെ കൊല്ലപ്പെടുകയും 50-ലധികം പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹാളിൽ നിന്ന് പരിഭ്രാന്തരായ ആളുകൾ പുറത്തേക്ക് ഓടിയപ്പോഴും നിരവധി പേർക്ക് വീണ് പരിക്കേറ്റു. ഫയർഫോഴ്സും പോലീസും അതിവേഗമെത്തി തീയണച്ചെങ്കിലും പല ദിവസങ്ങളിലായി അപകടത്തിൽ പൊള്ളലേറ്റ 8 പേർ മരണമടഞ്ഞു. കൺവെൻഷൻ സെന്റർ സീൽ ചെയ്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇതൊരു ആസൂത്രിതമായ സ്ഫോടനമാണെന്ന് തിരിച്ചറിഞ്ഞത്. NIA സംഘവും മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുവാൻ ഒരുങ്ങുമ്പോൾ തമ്മനം സ്വദേശി മാർട്ടിൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സ്ഫോടനം നടത്തിയത് താനാണെന്ന് ഏറ്റുപറയുകയായിരുന്നു. യാതൊരു അർത്ഥശങ്കങ്ങൾക്കും ഇട നൽകാതെ ഒരു സിനിമാ കഥയുടെ സ്ക്രിപ്റ്റിനെ വെല്ലുന്ന പെർഫെക്ഷനോടെ മാർട്ടിൻ പോലീസിന്റെ മുന്നിൽ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചു. കീഴടങ്ങുന്നതിന് മുമ്പ് മറ്റാരിലേക്കും സംശയം നീളാതിരിക്കാൻ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. യഹോവ സാക്ഷികളുടെ ദേശവിരുദ്ധ സിദ്ധാന്തങ്ങളോട് തനിക്ക് നീരസമുണ്ടെന്നും പറഞ്ഞായിരുന്നു ആ വീഡിയോ. യഹോവ സാക്ഷി സമൂഹത്തിലെ അംഗമാണ് സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിൻ. ദുബൈയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രതിയുടെ മൊഴി. ബോംബുണ്ടാക്കുവാൻ താൻ 8 ലിറ്റർ പെട്രോളും ഉയർന്ന ആഘാതമുള്ള പടക്കങ്ങളും ഉപയോഗിച്ചതായി മാർട്ടിൻ പോലീസിനോട് പറഞ്ഞു. കുട്ടികൾക്കുള്ള റിമോട്ട് കൺട്രോൾ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനെന്ന വ്യാജേന എറണാകുളത്ത് നിന്നാണ് ബോംബ് സ്ഫോടനത്തിന് ആവശ്യമായ സാമഗ്രികൾ വാങ്ങിയത് എന്നും അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തി. 8 പേരുടെ മരണത്തിനും 50-ലധികം പേരുടെ പരിക്കിനുമിടയാക്കിയ ഈ അത്യുഗ്ര സ്ഫോടനം നടത്തുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഡൊമിനിക് മാർട്ടിൻ പറയുന്നത് കേട്ട് കുറ്റപത്രം തയ്യാറാക്കിയ പോലീസ് പൊതുജനങ്ങളുടെ ഇനിയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകണം. കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയോ ടെക്നിക്കൽ നോളജോ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചോ നിർമ്മിച്ചോ സ്ഫോടനം നടത്തിയോ പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് തന്നെ ഉണ്ടാക്കി ഒരു സ്ഫോടന പരമ്പര നടത്തുവാൻ കഴിഞ്ഞു? യാതൊരു പരിചയവുമില്ലാത്ത ഒരു സാധാരണക്കാരന് സ്വന്തമായി ഉഗ്രശേഷിയുള്ള ഒരു ബോംബുണ്ടാക്കി യാതൊരു പിഴവുമില്ലാതെ യാതൊരു ട്രയലുമില്ലാതെ സ്ഫോടനം നടത്തുവാൻ എങ്ങനെയാണ് സാധിക്കുക? ബോംബിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും കൃത്യമായ എഫക്റ്റീവ് റേഞ്ചിനെക്കുറിച്ചും അറിവുള്ള പരിചയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സേഫായുള്ള ഡിസ്റ്റൻസ് നോക്കി നിന്ന് സ്ഫോടനം നടത്താൻ പറ്റൂ. ഡൊമിനിക് അപ്രകാരം സേഫ് സോണിൽ നിന്നാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡൊമിനിക് മാർട്ടിൻ ആരാണ്? ഇയാൾ ദുബായിലായിരുന്നു എന്ന് പറയുന്ന കാലയളവിൽ ഇയാൾ എവിടെയായിരുന്നു? എന്തായിരുന്നു ഇയാളുടെ ജോലി? ഒരു മുസ്ലിം നാമധാരി നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൊടുക്കുന്ന ഹൈപ്പ് 8 മരണങ്ങളും 50-ലധികം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഉണ്ടായില്ല? ഒരാളുടെ മാത്രം ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ സ്ഫോടനം സംഭവിക്കില്ല. ഇതിൻ്റെ പിന്നിലുള്ള കണ്ണികൾ വെളിപ്പെടുക തന്നെ വേണം. ഇതിൻ്റെ അർത്ഥം ഇനിയും ധാരാളം ഡൊമിനിക് മാർട്ടിൻമാർ നിശബ്ദരായി നമ്മുടെ ഇടയിലുണ്ട് എന്നാണ്. അവർക്ക് വളരെ നിസ്സാരമായി ഇത്തരം ക്ഷുദ്രപ്രവർത്തനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നടത്താം എന്നതാണ്. അതുകൊണ്ട് ഈ സ്ഫോടന കേസ് ഇപ്രകാരം ആവിയായി പോകാൻ പാടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.